യോഗ നമസ്കാരം. കൈകൾ കൂട്ടിത്തിരുമി മുഖത്തും കണ്ണിലും ചൂട് കൊടുക്കുക. ചിമ്മി ചിമ്മി തുറക്കുക. കൈവെള്ളയിലേക്ക് പുഞ്ചിരിയോടി നോക്കുക. ഇന്നലെ നമ്മൾ ഓം മന്ത്രത്തിൻ്റെ ഇത് പറഞ്ഞു തന്നു. നമുക്ക് കൂടുതൽ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോഴേക്കും ഓം മന്ത്രം ചെല്ലുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഇന്നിപ്പോൾ നമുക്ക് വൈറ്റലൈസേഷൻ മെഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിനെ ഒന്ന് സജീവമാക്കണം. ഇതിനാണ് വൈറ്റലൈസേഷൻ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കപാൽഭാതി, പിന്നൊന്ന് ഭസ്ത്രിക എന്ന് പറയും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രാണായാമം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്നത്. മറ്റേ ആസനങ്ങൾ ചെയ്യുന്ന യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലൂസനിങ് എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഇതാണ് ഭസ്ത്രികയും കപാൽഭാതി. ഭസ്ത്രിക എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തമസിൽ നിന്നും രജസ്സിലേക്ക്, അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരിക എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരം സെല്ലുകളെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് എല്ലാം ബ്രെയിനൊക്കെ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പാടില്ല. ഹൈ BP ഉള്ള ആൾക്കാരൊന്നും അത് ഫിസിഷ്യൻ്റെ അഡ്വൈസോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവരൊന്നും ഈ ഭസ്ത്രിക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മുദ്ര അറിയാമല്ലോ, ചിന്മുദ്ര. ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ വയ്ക്കുക, തൊടിയിൽ വയ്ക്കുക. ഭസ്ത്രിക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നട്ടെല്ല് നിവർത്തി പ്രസന്ന മുഖത്തോടുകൂടി ഷോൾഡറൊക്കെ ഒന്ന് അയച്ചിട്ട് ശാന്തതയോടെ മുഖം നേരെയാക്കി ഇരിക്കുക. ശക്തമായിട്ടാണ് കൈ മുകളിലേക്ക് എടുത്തിട്ട് ശ്വാസം നമ്മൾ പതുക്കെ എടുത്തിട്ട് പുറത്തേക്ക് വിടുമ്പോൾ ശക്തമായിട്ട് എക്സൈൽ ചെയ്യുമ്പോൾ ശക്തമായിട്ട് താഴത്തേക്ക് ഇങ്ങനെ ചെയ്യണം. അത് ശരിക്കും 1 മിനിറ്റ് ഒരു തുടക്കത്തിലൊരു 10 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ നമ്മളുടെ വേറെ ശരീരഭാഗങ്ങളൊന്നും അനങ്ങാൻ പാടില്ല. നെഞ്ച് മാത്രം. കണ്ണടച്ചിരുന്നാണ് ചെയ്യേണ്ടത് 10 പ്രാവശ്യം. ഇന്ന് നമുക്ക് ചെയ്തു നോക്കാം. കൈ മുകളിലേക്ക് പോകും, ഇങ്ങനെ മുകളിലേക്ക് പോകാം. തിരിച്ചു വരാൻ നേരത്ത് വേണം മുഷ്ടി ചുരുട്ടിയിട്ട് വേണം വരാൻ. മുകളിലേക്ക് പോകുമ്പോൾ കൈ വിടർത്തി ഇങ്ങനെ പിടിച്ചിട്ട് പോവുക. താഴേക്ക് വരാൻ നേരത്ത് ചുരുട്ടി മുഷ്ടിയുടെ രൂപത്തിൽ വരിക. ശക്തമായിട്ട് വരിക. അപ്പം നെഞ്ച് മാത്രമേ നമ്മൾ അനങ്ങുള്ളൂ. ശരീരത്തിന് ബോഡിയുടെ വേറെ ഒരു വശം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ശരിക്കും അത് കൂടുതൽ എണ്ണം ചെയ്യണം എന്നുള്ളതാണ്. 1 മിനിറ്റിൽ 120 പ്രാവശ്യം ചെയ്യണത്. തുടക്കത്തിൽ നമുക്ക് പറ്റില്ല. നമുക്കൊരു 10 എണ്ണം ചെയ്തു നോക്കാം. തുടക്കം ഇങ്ങനെ പിടിക്കുക, കണ്ണടച്ചിരിക്കുക. ചിന്മുദ്രയിൽ ശാന്തമായിരുന്ന് ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റം ഫീൽ ചെയ്യാം. കണ്ണടച്ച് ഫീൽ ചെയ്ത് നോക്കൂ. ശരിക്കൊരു മാറ്റം അറിയുന്നില്ല ഉള്ളിലേക്കൊരു. അത് നമ്മൾ തനിയെ നമുക്ക് ഫീൽ ചെയ്യണം. കണ്ണടച്ചിരുന്നാൽ മാത്രമേ നമുക്കത് ശാന്തമായിട്ടിരിക്കുമ്പോൾ ശ്വാസഗതി ഉണ്ടോ. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്ത് സ്ത്രീകൾ ഇതുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ മെൻസസ് ആയിട്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകൾ ചെയ്തുകൂടാ. അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസൊന്നും ഇത് ചെയ്യരുത്. ഇതാണൊന്ന്. അപ്പോൾ ഇതാണ് ഭസ്ത്രിക എന്ന് പറയുന്നത്. ഇനി അടുത്തത് കപാൽഭാതി. കപാൽഭാതി എന്ന് പറയുമ്പോഴേക്കും വയറിലാണ് അനക്കം വരിക. അതായത് ഈ പറഞ്ഞ പോലെ സാവധാനം ശ്വാസം എടുക്കുക, മേളിലേക്ക് വിടുമ്പോഴേക്കും ശക്തമായിട്ട്
വയറ് മാത്രം അനങ്ങണം. അപ്പോൾ തുടക്കം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10 പ്രാവശ്യം ചെയ്ത് നോക്കാം. കണ്ണടച്ചിരിക്കുക. ആദ്യം സാവധാനം ഒരു 3 പ്രാവശ്യം നമ്മുടെ സാധാരണ ശ്വാസം മുകളിലേക്ക് സാവധാനം എടുക്കുക, അതിൽ സാവധാനം പുറത്തേക്ക് വിടുക. അതിന് ശേഷം അത് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കോളൂ. ആദ്യം സാവധാനം. ഇനി വയറ് മാത്രം അനങ്ങാൻ പറ്റും. ഷോൾഡറോ മുഖമോ വേറെ ഒന്നും അനങ്ങരുത്. മുഖത്തിന് യാതൊരു ഭാവ വ്യത്യാസം വരാതെ തന്നെ പതുക്കെ അത്തരം സ്പീഡിൽ ആദ്യം ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. 1 മിനിറ്റിൽ 120 എന്നാ പറയാ. ഇത് ശരിക്കും പ്രാക്ടീസ് ആയിരുമ്പോൾ നമുക്ക് പതുക്കെ 10 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ ആയിട്ട് പതുക്കെ കൊണ്ടുവരാം. ഇന്നൊന്ന് 10 പ്രാവശ്യം ചെയ്ത് നോക്കാം. കണ്ണടച്ച് ഫീൽ ചെയ്യൂ. ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് അശുദ്ധവായു പുറത്തേക്ക് പോയി കഴിഞ്ഞ് മറ്റത് ഇൻഹേൽ ചെയ്യുമ്പോൾ ഉടമ്പത് ഉള്ളു വരെ നമുക്ക് ശരിക്കും അതറിയാൻ പറ്റും. നല്ലൊരു സുഖം കിട്ടുന്നതാണ്. നമ്മുടെ നെർവുകളെല്ലാം നന്നായിട്ട് ആക്റ്റീവ് ആവും. നല്ല ബ്ലഡൊക്കെ നന്നായിട്ട് പാസ് ചെയ്യും. തലയിലൂടെയൊക്കെ ബ്രെയിനിലേക്കൊക്കെ. നമ്മുടെ മൂക്കിന് ഉള്ള ആ ഒരു ഇത് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ബ്ലോക്കൊക്കെ മാറി നന്നായിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കാനും പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്. പിന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, തലച്ചോറിൽ നല്ല സെൽസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെന്താണ്, വയറിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ, ഡൈജസ്റ്റീവ് പ്രോബ്ലം അതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ BP ഉള്ളവർ ചെയ്തുകൂടാ. വെർട്ടിക്കൽ ഇത് ഉള്ളവർ അത് ചെയ്യാൻ പാടില്ല. ഗർഭിണികൾ ചെയ്തുകൂടാ. ഹാർട്ട് ഡിസീസ് ഉള്ളവർ ചെയ്തുകൂടാ. ലേഡീസ് മെൻസസ് ആയിരിക്കുമ്പോൾ ചെയ്തുകൂടാ. അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങനെയുള്ള സമയത്തൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അല്ലാത്തവർക്ക് ഇത് സാധാരണ ആരോഗ്യമുള്ളവർക്ക് ഇത് ചെയ്യാം. വളരെ നല്ലതാണ് നമ്മുടെ ശ്വാസകോശത്തിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും.